ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് കോഴിക്കോട് കേൾക്കുന്ന പിക്കാവ് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം വരുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം പിക്കാവിനെ പോയി വിളിക്കാനായിട്ട് പോകാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോകാനായിട്ട് നിൽക്കുക. പിന്നെ ഇത്താതായും പിള്ളേരിൽ നിന്ന് പോകും. അപ്പോൾ ബാക്കി ഇവിടെ വന്നിട്ട് കാണിച്ചിട്ട് അപ്പം ഞാൻ ഇക്കാവിനെ പോയി വിളിച്ചോണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ വിളിക്കാൻ പോയ ആൾ വന്നിട്ടുണ്ട്. ഗൈസ് നല്ല വെയിലായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ. എന്ത് മാമ എന്ത് ഇവിടെ ഒന്നില്ലേ? എൻ്റെ മാമ അല്ല, കൊച്ചെടുത്താളൂ. അപ്പുറത്തെ കണ്ട് പോയേക്കും, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെന്നപ്പോഴത്തേക്കും ബസ്സിലും അവിടെ ഇറങ്ങി. ബസ് പോയി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ഞാൻ പോയിട്ട് കൊണ്ടുവന്ന സാധനം ഇതാ. എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇതാരും കൊണ്ടുവന്നത്? നമ്മൾ ഇവിടെ ഇരുന്നല്ലോ. എന്താന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. വട പോലെ ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ. മധുരം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. പൈസ ഗൈസ് ഇതാണ് കൊണ്ടുവന്നേക്കുന്നത്. എൻ്റെ പേരെന്താണെന്നറിയില്ല. ഉള്ളിൽ നല്ല മധുരം. എന്നാൽ തേനല്ലേ? തേൻ്റെ ഒരു ഇതോ തേന പോലെ ഉണ്ട്. കോഴിക്കോട് തേങ്ങയുണ്ട്. കുഴപ്പമില്ല. പെട്ടെന്ന് ആദ്യം നിന്നപ്പോൾ എനിക്ക് വേറെ എന്തോ മുട്ട ഇങ്ങനെ ഇരിക്കും. മുട്ടയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, മധുരമുണ്ട്. മുട്ടയുടെ രുചി ഉണ്ടല്ലോ. കോഴിക്കോടിന്റെ പലഹാരമായിരിക്കും. കോഴിക്കോടിലെ പല സൈസ് പലഹാരങ്ങളുണ്ടല്ലോ. മധുരം മടുത്തു കിട്ടോ, മധുരം കാണണം. കേസത്തെ പോയാളൊന്ന് വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. അതേ ഇന്ന് ഉച്ചക്കത്തെ ഫുഡാട്ടോ, നെയ്ച്ചോറ്. ഇത്താത്താടെ സ്പെഷ്യൽ നെയ്ച്ചോറ്. ഇത് കൊച്ചി കഴിക്കണേ. പിന്നെ ഇത് ചിക്കനല്ലേ, കച്ചമ്പറുണ്ട്, അച്ചാറ്, പൈസാന ചോറ് കോരിക്കൊണ്ടിരിക്കുന്നു. പൈസ എങ്ങനെയാ പറ? പൈസക്ക് ചോറ് വാരി കൊടുക്കണേ. പൈസ തന്നെ ഒന്നില്ല. കഴിച്ചോളാ പൈസ. പൈസക്ക് നാണാവും. പൈസ എങ്ങനെയുണ്ട് പറ. പറടാ. അയ്യോ, ഇവന്റെ വായിലല്ലോ കോലിട്ടണോ. പറടാ, എങ്ങനെയുണ്ട്? നല്ലതാണോ? ശിവൻ പറയിട്ടോ, ഞങ്ങൾ തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അതാണ് കുറച്ചുകൂടി നല്ല. ഒരാൾ എഴുന്നേറ്റ് കിടക്കണോ? പിടിച്ചോണേ. ആരാ? മാമ വന്നു. നീ ചെറുക്കനറിയോ? നീ മണ്ണ് പോയോടി. ഇപ്പൊ പോണ്ട, പൈസാനെ ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എന്തൊരു ചോറാ. വേണോ? കുടുങ്ങി പോയ നീ. കുഞ്ഞാല് മാമാക്കണ്ടയാ കൊച്ചാ. എൻസു ഇവിടെ ചെന്നേ. അമ്മ തന്നേ. ഇവിടുത്താട്ടാ, ഇവിടുത്താട്ടാ. എനിക്കില്ലേ ഇങ്ങോട്ടെ. ഇവിടെ ചെയ്യോ കേക്കല്ലേ? അല്ല മോനെ ഇവിടെ തട്ടാ.
ഇടത്തേക്ക് തരാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആരെ വാപ്പ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കേട്ടോ. ചോറ അച്ചാറൊന്നും കച്ചമ്പട്ട മാമ കച്ചമ്പറ ഇട്ടേ. തരാം തരാം തരാം. കൊച്ചുകൂടി ആ വേറെ പണിയോടെ ഉച്ചക്ക് എന്നെ പപ്പട തന്നെ പപ്പടം കൊടുക്കണ ദഹിക്കില്ല. തിന്നല്ലേ തന്നെ ചെറുതായിട്ട് പിച്ച് തിന്നു. ആണോ പപ്പടം വായിലേക്ക് പറഞ്ഞാൽ ചുണ്ടത്ത് നിൽക്കാലോ. പിന്നെ അറിയാൻ പിടിച്ചോ അത് തിന്നട്ടോ. അങ്ങനെ പപ്പടമല്ല തിന്നണ്ട, ചോറ് തന്നെ ഉണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് ചായ കുടിക്കാനാണ് ഇവിടെ പോകുന്നത്. ഇപ്പൊ എവിടേക്കാ? വില്ലാഞ്ചിറ നേരുമംഗലം പോണ റൂട്ട് അല്ലേ? പിന്നെ എന്നാണ് ഉച്ചയ്ക്ക് ചോറിട്ട് അതിന് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ വൈകിട്ട് ഒരു 5 മണി. പിന്നെ അങ്ങനെ തന്നെ പോകുന്നു. ഇനിയിപ്പോൾ രണ്ട് ദിവസമില്ല അല്ലേ? തിങ്കളാഴ്ചയിലല്ല ഞായറാഴ്ച നോമ്പെടുക്കുമല്ലോ. പിന്നെ ഡ്യൂട്ടി കാരണം ഇക്കാക്കായി ഞാനും ഇപ്പോൾ 1 മാസമായി പുറത്ത് പോയിട്ട്, അതുകൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണ് കേസ്. വേറെ തന്നെ ഇക്കാക്ക പറയാനുള്ള ഇപ്പം ഇവിടുത്തെ എന്താ പറയുന്നത് കാണിച്ചു. ഇതാണ് ചായ, ബൂസ്റ്റ് ചായ. ഒരു പട്ടി എടുക്കുന്നുണ്ട്. ചായ കുടിക്കുന്നു. വെട്ടത്തിൻ്റെ ബാങ്ക് കൊടുത്തു കേസ് മാതിരി. ബാങ്ക് എന്താണെങ്കിലും ഇപ്പം തന്നെ വീട്ടിലേക്ക് വേണം. പ്രത്യേകിച്ച് ഒന്നുമില്ല കേസ്. വീട്ടിലെ അച്ഛൻ മകളൊക്കെ പോയി, അപ്പോൾ ഇത്താതായും പിള്ളേരൊക്കെ പോയിട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ചോറ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നപ്പോൾ കുറച്ച് ഒരു 7 മണിയൊക്കെ ആയി അല്ലേ? പിന്നെ ഇത്താത്തായും പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ പോയി. അപ്പം ഒരു ശാന്തതയായി. ഇത്രയും നേരം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബേബി.